ഹേ ഗായ്സ് വാട്സാപ്പ്. അപ്പോൾ എല്ലാവർക്കും ലെസ് പ്ലസ് സീരീസിൻ്റെ പാർട്ട് 2 പോയില്ലേ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സാധനം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ എൻ്റെ ലുക്കൊക്കെ കണ്ടാൽ തോന്നും, നിങ്ങളൊക്കെ എൻ്റെ ലുക്കൊക്കെ കണ്ടാൽ തോന്നും SPS കണ്ടോ XPS ഫാമൊക്കെ ഉണ്ടാക്കി. XPS ഫാം പിന്നെ അൺഫാം മാത്രം ഉണ്ടാക്കിയില്ല. അൺഫാം ഉണ്ടാക്കാനുള്ള നേരം കിട്ടിയില്ല. ഓക്കെ, അൺഫാം ഉണ്ടാക്കാനുള്ള നേരം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാത്തത്. പിന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ സ്വന്തം പേര് മറന്നുപോയല്ലോ, എന്നായിരുന്നു, റെയ്ഡ് ഫാം. ഹോപ്പി കേസ്. അപ്പം എല്ലാവർക്കും ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. അല്ല സോറി കേസ്. അപ്പം ഓക്കെ. അപ്പോൾ കേസ്, ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇനിയും റെസ്പോ സീരീസിൻ്റെ പാർട്ട് 5 വരെ കാണുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ 56 ദിവസം, ഞാൻ 100 ദിവസം മാത്രം ചെയ്യാൻ വേണ്ടിയാണ്. ഇനി അങ്ങോട്ട് വീഡിയോസ് ഇനി വരും. 5 ദിവസമോ ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം, 10 ദിവസം വരെ ആക്കാമെന്ന് നോക്കാം. നമുക്ക് 100 ആകുന്നോ എന്നാണോ അന്ന് ഞാൻ റെസ്പോൺസിൻ്റെ ഈ ഒരു വീഡിയോ ഞാനിവിടെ കണ്ടൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാത്ത ലൈക്ക്, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ റെയ്ഡ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പോവാം. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത്. ഞാൻ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഞാനിവിടെ ഭയങ്കര ഗ്രൈൻഡിങ്ങിനായിരുന്നു. കുറേ വില്ലേജറിനെയൊക്കെ ഞാൻ തല്ലിക്കൊന്നു, അടുപ്പി കയറ്റി. ഇവിടെ കുറേ സംവിധാനങ്ങൾ എല്ലാം ഒപ്പിച്ച് എല്ലാം സെറ്റാക്കി. 21 എന്നായിരുന്നു, എന്തോ മറ്റേ പോർഷനുണ്ട്. പിന്നെ ഇവിടെയുണ്ട് സ്റ്റോക്ക് വേണ്ടിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അതിൽ നിന്ന് കൂടുതലെടുക്കുന്നത്. പിന്നെ താഴെ നമ്മളൊരു ഇത് കൂട്ട് ഫാം വെച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രീഡിങ് ഫാമുണ്ട്. പിന്നെ വില്ലേജ് ട്രേഡിങ്ങും ഉണ്ട്. ഇത് രണ്ടും നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ചെയ്തുള്ളൂ. ഓക്കെ, നമ്മളിതിൻ്റെ സംഭവങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പണ്ടാരം രാത്രിയല്ല. അപ്പം ഗൈസ്, ഒന്നുകൂടെ പറയുകയാണ്, എനിക്ക് നല്ലപോലെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പെട്ടെന്ന് തന്നെ ഈ വർഷമെങ്കിലും എനിക്ക് ഈ ഒരു ചാനൽ എനിക്ക് നല്ലപോലെ വ്യൂസേഴ്സും സബ്സ്ക്രൈബേഴ്സും കിട്ടണമെന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ ഉള്ള ഒരു ഇത് ഒപ്പിച്ച് തരുവാണെങ്കിൽ നമുക്ക് ഈ വർഷം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് എത്തിക്കാമെന്നുള്ളൂ. സബ്സ്ക്രൈബ് ബിലോ ഗൈസ്. അപ്പോൾ നമ്മുടെ ബൂംസ്റ്റർ എന്ന് പറഞ്ഞ അക്കൗണ്ട് ഇനി തിരിച്ചു വരുന്നത് ഇനി 2-3 മാസം കഴിയാതെ തിരിച്ചു വരികയില്ല. അതുകൊണ്ട് മാത്രമാണ് ഗൈസ്. ഇപ്പോൾ റെയ്ഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് ഇതിനെയൊക്കെ തീർത്താക്കാം. പിന്നെ നമ്മൾ ഇത് കൂട്ടൊക്കെ ചെയ്തിരുന്നു. ഈ സ്നോബോളൊക്കെ നമ്മുടെ ഹാപ്പി കാസ്റ്റിന് വേണ്ടിയാണ്. TNT 2 ഉണ്ട്. ഇഷ്ടംപടി എമറാൾഡ് സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നു. അതിൻ്റെ ഒരു ചെറിയ രീതിയിലാണ്.
സബ്സ്ക്രൈബ് ഇല്ലേ ഗൈസ്? ഇന്ന് ചുമ്മാ ഇരുന്നപ്പോഴാണ് 2-3 ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്. അതുകൊണ്ടാണ് ഞാൻ 2-3 ദിവസമായിട്ട് വീട്ടിലായിരുന്നു, അമ്മ വീട്ടിലായിരുന്നു. ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത്. എൻ്റെ പൊന്നെ, അവ അടിച്ചിട്ട് എൻ്റെ പകുതി ഹെൽത്ത് വഴിയും പോയി. യെസ് ഗൈസ്, ഗോൾഡൻ ക്യാരറ്റ്. നമ്മളോട് ഭയങ്കര വർക്കൊക്കെ ചെയ്തിട്ട് ഗോൾഡൻ ക്യാരറ്റ് കണ്ടുപിടിച്ചെടുത്തു. എനിക്ക് ലൈവൊക്കെ ഇടണമെന്നുണ്ട്. പക്ഷെ ലൈവ് ഇടണമെങ്കിൽ 50 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും അടുത്ത് വേണം എന്ന് പറയുന്നുണ്ട്. യൂട്യൂബ് തന്നെയാണ് പറയുന്നത്. 50 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് ലൈവ് ഇടാമെന്ന് പറഞ്ഞത്. 50 സബ്സ്ക്രൈബ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ലൈവ് ഇടും ഗൈസ്. 50 അല്ല 100. അപ്പം നിങ്ങൾ വേഗമായിട്ടിട്ടോ, ധൈര്യമായിട്ട് കിട്ടോ ഗൈസ്. ധൈര്യമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ. പിന്നെ നമ്മൾ പറഞ്ഞ ബൂംസ്റ്റർ വെയിറ്റ് എന്ന് പറഞ്ഞ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ എന്ന് പറഞ്ഞ ഒരു ചാനലാണ്. കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ എന്ന് പറഞ്ഞ സംഭവം. അതിനകത്ത് കാർ ഗെയിം അങ്ങനത്തെ സംഭവമൊക്കെ വരുള്ളൂ. ഇപ്പം മാറിയില്ലായിരുന്നു കുത്തു കിട്ടിയാൽ. സബ്സ്ക്രൈബ് ഇല്ല ഗൈസ്. ഓക്കെ, അപ്പം റെയ്ഡ് ഒളിച്ചിരിക്കുക. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഓക്കെ ഗൈസ്, കിട്ടിയിട്ടുണ്ട്, സാധനം കിട്ടി. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബേസ് മൊത്തം നമ്മളൊന്ന് ചുറ്റി കാണിക്കുക. ലേറ്റർ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. അതെ, ഉണ്ട്. നമ്മുടെ തിളങ്ങുന്ന വേറെ എന്നല്ലേ ലേറ്റർ. ഞാനിപ്പോഴും ഈ സാധനത്തെ പറക്കാൻ പഠിച്ചിട്ടില്ല. അയ്യോ, പറക്കാൻ അറിയായിരുന്നു, മറന്നുപോയി. ഇപ്പോൾ നമ്മുടെ ഹാപ്പി കാസ്റ്റിൽ നടപ്പുണ്ട്. അയ്യോ, ചത്താൽ എൻ്റെ 102 എക്സ്പീരിയൻസും പോവും. പിന്നെ ഗൈസ് നമ്മുടെ മുട്ട, ഡ്രാഹണ്ട മുട്ട, അതും കടട്ട മുട്ട, ബ്രിട്ടീഷുകാരുടെ വെളുത്ത മുട്ട, പാകിസ്ഥാൻകാരുടെ പച്ചമുട്ട. അയ്യോ, ഏതായിരുന്നു മറ്റു സംഭവത്തിൻ്റെ പേര് മറന്നു പോയല്ലോ. അയ്യോ ഗൈസ്, എനിക്ക് ഉറക്കം വരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു തരായിരുന്നു. സ്ലീപ്പിംഗ്. ഗൈസ്, ചിലപ്പോൾ ഫാനിൻ്റെ ഒച്ച കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാൻ ഇച്ചിരി ഇത് കൂട്ട് കാണും. ഫാനിൻ്റെ ഒച്ച, പിന്നെ കുറച്ച് കിളികളുടെയും ആൾക്കാരുടെയൊക്കെ ഒച്ചയുണ്ട്. പിന്നെ ഇതാണ് ഗൈസ്, ഞാൻ കുറേ ട്രേഡിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. സെറ്റായിരുന്നു. കണ്ട് ഇവിടെ ഇനി മേടിക്കാനൊന്നുമില്ല. കണ്ട് പുള്ളീനെയൊക്കെ ഞാൻ മാസ്റ്റർ ലെവലിലേക്ക് ആക്കി വെച്ചു. പിന്നെ കുറേ ഷൾക്കറിനെ തല്ലിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ തല്ലിക്കൊല്ലുക. അങ്ങനെയാണ് ഈ ഷൾക്കറൊക്കെ ഉണ്ടാക്കി. കുറേ സംഭവമുണ്ട്. ഈ ഷൾക്കറിനൊന്നുമില്ല, അതൊക്കെ ഞാൻ ചുമ്മാ കാണാൻ വേണ്ടി വെച്ചേക്കുന്നുള്ളൂ. പിന്നെ ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കുറേ ദിവസത്തെ ശമ്പളം ചെയ്ത് ഇത് കണ്ടോ, എല്ലാത്തിനും ട്രേഡ് ചെയ്യിക്കാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ ഇതിനകത്തുമുണ്ട്, അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. പിന്നെ ഇതുണ്ട്, അയണാക്സ്,
ഞാനിവിടെ ട്രേഡ് ചെയ്ത് മൊത്തം ഞാൻ ഇതിനകത്തുണ്ട്. 2 ഡയമണ്ട് ഉണ്ട്. നമ്മുടെ ഇത് കൂട്ടുന്ന അപ്ഡേഷൻ ചെയ്തായിരുന്നു. ഇതിനകത്ത് വെച്ചാൽ നമ്മുടെ വീടൊക്കെ ഇന്ന് സെറ്റാക്കിയായിരുന്നു. അല്ല, വീടൊക്കെ ഒന്ന് പൊളിച്ച് മാറ്റിയായിരുന്നു. ഇങ്ങനെയാണ് ഞാനിപ്പോൾ തന്നെ നമ്മുടെ ആ മേളിലിരുന്ന വീട് പൊളിച്ചു. നമ്മളിപ്പോൾ താമസം മൊത്തം നമ്മുടെ ഈ ഒരു ബേസ് ഗസ്റ്റ് നമ്മുടെ പുള്ളിയുടെ പേര് ഞാൻ മാറ്റി. ഒന്നെണ്ണ ഇങ്ങോട്ട് വരുമോ? ബീബു കുട്ടൻ. അപ്പം എനിക്ക് എലിയേറ്ററുടെ ആവശ്യമില്ലെങ്കിലും എന്നെ അവരാധ് ഇங்கே നോക്കൂ. എന്താ നിനക്കൊരു വടൈ? അത്ര പിന്നെ ഇതാണ് നമ്മുടെ മേളിലേക്ക് കയറി വെച്ച് നമ്മുടെ FK സ്പോട്ടാണ്. ബീബു പൊക്കടാ. ബീബു ഇവിടെ വിട്ട് പോയി. പിന്നെ നമുക്ക് XP ഫാമിനകത്ത് നമ്മുടെ അതിനകത്തുള്ള ഒരു ട്രേഡർ നമുക്ക് കുറേ XP ഒരാളല്ല, ഒരു 3 പേരുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ കുറേ XPയുടെ ബോട്ടിൽ കളക്ട് ചെയ്തു. ഇതുകൊണ്ട് 60 സ്റ്റാക്ക് 1.5 സ്റ്റാക്കിനുണ്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നിന്ന് നമുക്ക് താഴ്ച നോക്കി കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ കാണാം. അപ്പം ഈ ബോട്ടിൻ്റെ ശരിക്കും പറഞ്ഞൊരു ആവശ്യമില്ല. നമ്മൾ XP ഫാം താഴെ ആയതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇവിടെ കൊണ്ട് സാധനം വെച്ചേക്കുന്നത്. കുറച്ച് സാധനമുള്ളൂ അതിനകത്ത്. ഒരു 5 മിനിറ്റ് നിന്നിട്ട് നിങ്ങൾക്ക് ഞാൻ താഴെ പോയി കാണിച്ചു തരാൻ കേട്ടോ. അപ്പോൾ ഗൈസ് ഒരു 2 മിനിറ്റ് ആയതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ എനിക്ക് കുറേ പരിപാടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പം തന്നെ ഈ 12 മിനിറ്റിൻ്റെ വീഡിയോ. അതിനെ എൻ്റെ വീട്ടിൽ പൂച്ചയൊക്കെ ചുമ്മാ ഇപ്പോൾ പോയി നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ കൈ കൂപ്പി നിൽക്കുന്നത്. ഇമാര് അവിടുന്ന് ഇതിലൊന്ന് ചാടുന്നതുകൊണ്ട് തന്നെ ഇമാർക്കിട്ട് ഒറ്റയടിക്ക് തന്നെ ഇമാർ ചാകുന്നുണ്ട്. അല്ല, ഞാനിങ്ങനെയാണ് XP ഫാം, ഞാനിങ്ങനെയാണ് ഈ പിന്നെ നമ്മുടെ കൂട്ടിൻ്റെ ഒരു കഴിവും കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്ത് തീർത്ത് എല്ലാത്തിനെയും തീർത്തിട്ട് നമ്മൾ XP 100 ലെവലാക്കി. എല്ലാവരും അവിടെ കൊന്നുകൊണ്ട് 100 ലെവലായി. അതിലിപ്പാവും നമ്മൾ ഫാം ഉണ്ടാക്കിയത് കൊണ്ടുകൊണ്ട് മാത്രം കേട്ടോ ഇങ്ങനെയാകുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു സാധനം വരികയെന്ന് എല്ലാവർക്കും അറിയാം. ഇനി അടുത്ത ഫാം നമ്മുടെ സ്വന്തം പൊട്ടാസ് പൊട്ടുമ്പോഴും ഓരോ തൂവല്ലമേ. എൻ്റെ പൊന്നെ ഗൈസ്, ഞാൻ പറഞ്ഞു ഞാനിപ്പോഴും ഈ സാധനം കൊണ്ട് പറക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. ഒരിതിലങ്ങ് പോവും. കണ്ടോ ഞാൻ കടിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് വെട്ടം വെച്ചേക്കുന്നത് കൊണ്ടില്ല. ഇതാണ് നമ്മുടെ ബ്രീഡർ സെറ്റപ്പ്. ബ്രെഡ് എറിഞ്ഞു കൊടുത്തിങ്ങ് ബ്രീഡായിക്കോ. ഇവനേതാ? നീ ഏതാ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ എവിടെയോ ഒരു സാധനം ഇരിപ്പുണ്ട്. അതാണോ അവിടെ ആകുന്ന ആൾക്കാരെല്ലാം ഇവിടെ വന്ന് വീഴുക, ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വരിക. ഡിപ്പൻ സാർ ആരും ഇല്ല എന്ന് വെച്ചാൽ എല്ലാത്തിനെയും
ഞാൻ ഇന്നത്തെ ഇത് കൂടെ വെക്കാൻ വന്നു. നിന്നെ ഞാൻ തച്ച് കൊല്ലും കേട്ടല്ലോ. കോയ്സ് 2 കട്ട. ഞാൻ അവിടെ വന്ന് ചാടാൻ വേണ്ടി വേറൊരു കുഴപ്പമുണ്ട്. അപ്പം ഇത്ര ആയില്ലേ, നമുക്ക് ഇത്ര സംഭവം നമ്മൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ അത് നമ്മളിനി എൻഡർവേൾഡിൽ ചെന്നിട്ട് എൻഡർമാൻ്റെ ഫാം ഉണ്ടാക്കണം. പിന്നെ അതിൽ ചെന്നിട്ട് നമ്മൾ ഗോൾഡ് ഫാമൊക്കെ ഉണ്ടാക്കി കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഗോൾഡ് ക്യാരറ്റൊക്കെ ഉണ്ടാക്കി. അത് നമ്മുടെ സുധി അണ്ണൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കി. അതുകൊണ്ട് 2 ഗോൾഡൻ ക്യാരറ്റും കിട്ടി. ഗോൾഡൻ ആപ്പ് 24 14 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ വീടിന് മുമ്പ് വെച്ച് തന്നെ നമുക്ക് എന്തത് ലാഗ്. ഹോപ്പി ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ലെസ് പ്ലസ് സീരീസിൻ്റെ 2ാമത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനിയും ലെസ് പ്ലസ് സീരീസിൻ്റെ എപ്പിസോഡ് ഇനിയും വരുന്നതാണ്. ഇനി അടുത്ത് അയൺ ഫാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വരുന്നതാണ്. ഹോപ്പി ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണൻ മാസ്, നമ്മുടെ ബൂംസ്റ്റർ എന്ന് പറഞ്ഞ അക്കൗണ്ട് ഒരു 2-3 മാസം ലീവിങ് ആണ്. നമ്മൾ ഈ ചാനലിലും പിന്നെ ബൂംസ്റ്റർ വെയിറ്റ് എന്ന് പറഞ്ഞ ചാനലിലും വീഡിയോസ് വരുന്നതാണ്. ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ബൈ.